കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിന്റെ വ്യവസ്ഥയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു തത്വമാണ് ശേഷിപ്പ് എന്ന് വചനത്തിൽ നാം കാണുന്നു. എഫേസോസിലെ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു അയച്ച സന്ദേശം തികച്ചും വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നീ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും എന്ന് താൻ പറഞ്ഞത് നാം കാണുന്നു. എത്ര വിട്ടുവീഴ്ചയില്ലാത്ത വാക്കുകളായിരുന്നു അവ! ആ സഭയെക്കുറിച്ച് താൻ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും ആരംഭത്തിൽ നാം കാണുന്നു. ആ സഭയുടെ അടിസ്ഥാനം ഇട്ടതും ആ സഭയെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതും അപ്പോസ്തലനായ പൗലോസ് തന്നെ ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ ദാസനായ പൗലോസിന് വേണ്ടിയെങ്കിലും ഞാൻ നിങ്ങളെ പരിഗണിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ല എന്ന് നമുക്ക് ഓർക്കാം. അവിടെ അങ്ങനെയുള്ള യാതൊരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ആകയാൽ ദൈവവചനത്തിൽ ശേഷിപ്പ് എന്ന തത്വം വിട്ടുവീഴ്ചയില്ലാത്ത ഒരു തത്വമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ശേഷിപ്പിന്റെ തത്വം നാം വളരെ വ്യക്തമായി ഇവിടെ കാണുന്നു. അത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന കാര്യമല്ല, മറിച്ച് അത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിൻ്റെയും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്കും നമ്മുടെ പൂർണ്ണ അവകാശത്തിലേക്കും വരുന്നതിൻ്റെയും കാര്യവുമാണ്. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലയോ എന്നവർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രവചനങ്ങൾ തെറ്റായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പ്രവചനങ്ങൾ ശരിയായിരുന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ എന്ന് അവർ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് താൻ പറഞ്ഞില്ല. നിന്റെ നാമത്തിൽ അനേകം വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് പറഞ്ഞപ്പോഴും അതിനെ താൻ എതിർത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്നായിരുന്നു തൻ്റെ മറുപടി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പ്രവചനവും ഭൂതങ്ങളെ പുറത്താക്കലും സകല പ്രവൃത്തികളും എല്ലാം എൻ്റെ ഹിതപ്രകാരമല്ല നിങ്ങൾ ചെയ്തത്, മറിച്ച് നിങ്ങൾ ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അതെല്ലാം അധർമ്മം മാത്രമായിരുന്നു എന്നാണ് താൻ അർത്ഥമാക്കിയത്. അധർമ്മം എന്ന വാക്കിൻ്റെ മൂലഭാഷയുള്ള അർത്ഥം സ്വന്തം ഇഷ്ടം ചെയ്യുക എന്നതാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, എൻ്റെ കാന്തയായി ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരു കാന്ത മണവാളിന് ഇഷ്ടം ചെയ്യുവാനുള്ളവളാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശേഷിപ്പിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ തത്വം തികച്ചും വിട്ടുവീഴ്ചയില്ലാത്തതാണ്. ഇതാണ് ദൈവവചനത്തിൽ വ്യക്തമായി നാം കാണുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ പൗലോസ് യെശയ്യാവിന്റെ പ്രവചനം എടുത്ത് ഉദ്ധരിക്കുന്നു. യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം സമുദ്രത്തിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ എന്ന് പ്രസ്താവിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇസ്രായേൽ മക്കളുടെ എണ്ണം സമുദ്രത്തിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ എന്ന് പ്രസ്താവിക്കുന്നത് തികച്ചും അർത്ഥവത്താണ്. കർത്താവിൻ്റെ സഭയ്ക്കും യെശയ്യാവിന്റെ പ്രവചനം അതുതന്നെയാണ് അർത്ഥമാക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടവർ അനേകരുണ്ടെങ്കിലും പൂർണ്ണ രക്ഷയിലേക്ക് ചിലർ മാത്രമേ വരികയുള്ളൂ എന്നതായിരുന്നു താൻ പറഞ്ഞതിൻ്റെ സാരം. വീണ്ടും ജനിക്കുകയും സ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്തവർ അനേകരുണ്ട്. എങ്കിലും ദൈവജനത്തിന്റെ എണ്ണം സമുദ്രത്തിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ, അഥവാ പൂർണ്ണരക്ഷയിലേക്ക് വരികയുള്ളൂ എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം അവർ പൂർണ്ണരക്ഷയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ അവിടെ വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. ദൈവം നിയോഗിച്ച വഴിയിലൂടെ നടക്കുവാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അവർ അവിടെ എത്താത്തത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശേഷിപ്പ് എന്ന തത്വം കൊണ്ട് ദൈവം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതൊരു മുന്നറിയിപ്പ് നൽകും. ദൈവജനത്തിൻ്റെയും ദൈവമക്കളുടെയും എണ്ണം സമുദ്രത്തിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പ് മാത്രമേ
പൂർണ്ണ രക്ഷയിലേക്ക് വരികയുള്ളൂ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഇതിനോട് ജാഗ്രതയുള്ളവരായിരിക്കാം. വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രക്ഷയുടെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ്. നാം അത് നമ്മിൽ നിറവേറ്റുന്നതിനായി ദൈവം തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇടം കൊടുക്കുന്നില്ല എങ്കിൽ ആ ഉദ്ദേശം നമ്മിൽ നിറവേറുകയില്ല. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ.